യോഗം തുടങ്ങുകയായി. പ്രാർത്ഥന. കാരുണ്യാമൃതവാരിധിം കരലസൽ കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജ ബാലമിഹിരം ദൂർവാദള ശ്യാമളം ശ്രീമൽ വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വിൽവാദ്രിനാഥം ഭജേ. ഈ അടുത്ത് അന്തരിച്ച കഥകളിയോട് ബന്ധമുള്ള കലാമണ്ഡലം നാരായണൻ നമ്പീശൻ, മതള വിദ്വാൻ, അതുപോലെ തന്നെ തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ മുൻ സെക്രട്ടറി MN നമ്പൂതിരി, ഇരുവരുടെയും ആത്മശാന്തിക്കായി ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കും. എല്ലാവർക്കും നമസ്കാരം. ഭാവാത്മകമായ ഗാനാലാപന ശൈലി കൊണ്ട് കഥകളി സംഗീതത്തെ ജനപ്രിയമാക്കിയ കലാമണ്ഡലം ഹൈദരാലി ആശാൻ്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമം. ഇന്ന് യോഗത്തിൻ്റെ അധ്യക്ഷൻ തൃശ്ശൂർ കഥകളി ക്ലബ് സെക്രട്ടറി ശ്രീ KP രാധാകൃഷ്ണൻ, പ്രസിഡന്റ് ശ്രീ KP രാധാകൃഷ്ണൻ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി പ്രസിദ്ധ ആട്ടക്കഥാകൃത്ത് ശ്രീമതി രാധാമാധവൻ, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മാന്യ കഥകളി ക്ലബ് അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ കലാമണ്ഡലം ഹൈദരാലി അനുസ്മരണം വർഷങ്ങളായി തൃശ്ശൂർ കഥകളി ക്ലബ് നടത്തുന്നതാണ്. ഇന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ശ്രീമതി രാധാമാധവൻ. 20ഓളം ആട്ടക്കഥ രചിച്ചിട്ടുള്ള ശ്രീമതി രാധാമാധവന് തൃശ്ശൂർ കഥകളി ക്ലബിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ KP രാധാകൃഷ്ണൻ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ബഹുമാന്യ അംഗങ്ങൾ എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ഈ ഒരവസരത്തിൽ തൃശ്ശൂർ കഥകളി ക്ലബിന് ഹൈദരാലി സ്മാരക സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് നൽകിയിട്ടുള്ള 20 സെൻറ്റ് സ്ഥലത്തെയും അവിടെ ഉള്ള നിർമ്മാണ പ്രവർത്തനത്തെ പറ്റിയും 2 വാക്ക് പറയാൻ ഉപയോഗിക്കട്ടെ. 2019 നമുക്ക് ആ സ്ഥലം ലഭിച്ചെങ്കിലും കൊറോണയും മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളും കാരണം അത് ഒന്നും തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 വർഷമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് പ്ലാനും ഇതും സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ കുറേ കാര്യങ്ങളായിട്ട് നടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും നമുക്കതിന് അനുമതി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അവസാനം നമ്മളത് ഒരു നില, അതിൻ്റെ ഒരു പ്രധാന കടമ്പ എന്നുള്ളത് നമുക്ക് ആ സ്ഥലം അനുവദിച്ചിട്ടുള്ളത് റെസിഡൻഷ്യൽ സോണിലായിരുന്നു. അപ്പോൾ അത് കാരണം ഉണ്ടായിട്ടുള്ള കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനോട് ഇത് കൂടിച്ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ, ഒരു ഒറ്റ നിലയിൽ തിയേറ്ററും അതുപോലെ തന്നെ സാംസ്കാരിക ഒരു മ്യൂസിയം, അതുപോലെ ലൈബ്രറി, കളരി ഒക്കെ വെച്ചിട്ടുള്ള ഓഫീസ് റൂം ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലാൻ ഇപ്പോൾ ഓൺലൈനായിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അവസാനമായി സബ്മിറ്റ് ചെയ്തത്. ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള പ്ലാനുകളൊക്കെ നിരസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് അതിനെ പറ്റിയിട്ടുള്ള ഒന്ന് പറയാനുള്ളത്. സംസാരിക്കാൻ അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി വിശിഷ്ടാതിഥിയെ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അധ്യക്ഷ പ്രസംഗം. സദസ്സിലെ എല്ലാവർക്കും എൻ്റെ
വിനീതമായ നമസ്കാരം. കലാമണ്ഡലം ഹൈദരാലിയുടെ അനുസ്മരണമാണ്. അതിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മുഖ്യാതിഥി നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. സംഗീതവും കഥകളിയുമായിട്ടൊക്കെ അഭേദ്യമായ ബന്ധമുള്ള ശ്രീമതി രാധാമാധവൻ. അതിൽ അത്ഭുതമൊന്നുമില്ല. അവരുടെ പൈതൃകം അങ്ങനെയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. കലാമണ്ഡലം ഹരിദാസിൻ്റെ ഫസ്റ്റ് കസിനാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. കാരണം മാഡത്തിന് ഇപ്പോൾ നേരത്തെ ഓർമ്മയുണ്ടായിരുന്നില്ല, എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ എമ്പറാന്തിരിയും ഹരിദാസും കൂടി ഒരു കച്ചേരി നടത്തിയായിരുന്നു. അന്ന് വൈകുന്നേരം അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്നാണ് പോയത്. ദീപാരാധനയ്ക്ക് പോകാൻ കാലത്ത് പറഞ്ഞപ്പോൾ ചിലർ അമ്പലത്തിലേക്ക് വന്നില്ല. കാരണം ഞങ്ങൾക്ക് ശത്രുതയുണ്ട് ഇവിടെ. എൻ്റെ നാട് ഐരാണിക്കുളമാണ്. ഇവിടെ ഇരിക്കേണ്ട അകവൂര്, വെൺമണി, വെടിയൂര് 2-3 മനക്കാർ. അവരായിട്ട് എന്തോ പണ്ടത്തെ കലഹമാണോ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് തൊഴാൻ പാടില്ല എന്നൊരു തോന്നലുണ്ട്. അതാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം. അങ്ങനെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഐരാണിക്കുളത്താണ് എൻ്റെ വീടും ക്ഷേത്രമൊക്കെ ഉള്ളത്. അപ്പം അന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ എമ്പ്രാന്തിരിയുടെ ശിഷ്യനായിരുന്നു മേഡത്തിൻ്റെ ഭർത്താവ് ശ്രീമാധവൻ. എമ്പ്രാന്തിരിയുടെ ബന്ധുക്കൾക്കൊക്കെ ജോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ വൈശാലി ഫാർമസ്യൂട്ടിക്കൽസിൽ. അപ്പോൾ അങ്ങനെ സംഗീതമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ എമ്പ്രാന്തിരിയും ഹൈദരാലിയൊക്കെ ഒരുമിച്ച് പാടുകയും ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ കേട്ട പാട്ട് ഞാൻ ആരോടൊക്കെയോ പറഞ്ഞു. കിങ്കിമോഹസഖയൊക്കെ രണ്ടുപേരും എത്ര ഭംഗിയായിട്ട് പാടിയിരുന്നു. പിന്നെ കുറച്ച് നാളായിപ്പോൾ ഈവ ക്ലാഷും പലതും വന്ന് ഒരുമിച്ചുള്ള പാട്ടൊക്കെ നിർത്തി. അതുപോലെ പുറപ്പാട്, പ്രത്യേകിച്ചും MK നായർ. ഞാൻ മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന കാലം MK നായരൊക്കെ ഉള്ളപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പാടിയിരുന്നത് കൃഷ്ണനായരുടെ വേഷം അങ്ങനെയൊക്കെ ആയിട്ട് ഗംഭീര കഥകളി. അന്ന് ഇവിടെ FICറ്റിൽ ലളിതാ കലാകേന്ദ്രം എന്നുള്ള പേരിൽ അവർക്കൊരു ആർട്ടിനൊരു വിങ് ഉണ്ടായിരുന്നു. അതിൽ നടത്തി പോകുന്നിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വലിയൊരു പാരമ്പര്യമുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഹൈദരാലിയായിട്ടും പരിചയം ഉണ്ടാവണം. എമ്പ്രാന്തിരിയുടെ ശിഷ്യയായിരുന്നു. എമ്പ്രാന്തി ശിഷ്യ പാട്ട് പഠിച്ചോണ്ടെങ്കിൽ എന്തായാലും ഇവരുടെ ഹസ്ബൻഡാണ് പഠിച്ചിരുന്നത്, ഒഫീഷ്യലായിട്ട് പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചുവല്ലോ, നമ്മളൊരു സമുചിതമായിട്ടുള്ള ഒരു സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ള ശ്രമമാണ്. പല കാരണം കൊണ്ട് നീണ്ടുപോയി. പല കാരണങ്ങളിൽ തന്നെ ഈ ടെക്നിക്കൽ ഒബ്ജക്ഷൻസാണ് പലപ്പോഴും. നമുക്ക് ഒടുവ് മന്ത്രി തന്നെ ഇടപെട്ട് എന്നെയും സെക്രട്ടറിയൊക്കെ വിളിച്ചിട്ട് ഒരു ക്യാബിനറ്റിൻ്റെ അന്ന് ഇവിടെ ഇത് ഓൺലൈനായിരുന്നു ക്യാബിനറ്റ്. അവിടെ കളക്ടറിൽ ഓണത്തിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അന്ന് ഹോളിഡേയാണ് ശരിക്കും. എല്ലാവരും വിളിച്ചു വരുത്തി, കളക്ടർ അടക്കം വിളിച്ചു വരുത്തിയൊക്കെ സംസാരിച്ചു. പറഞ്ഞു എനിക്കിനി ആകെ 2 കൊല്ലമൊക്കെ ഉള്ളൂ, അതിനു മുമ്പ് നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു. ആരുടെയും കുറ്റമല്ല, പലതും നിയമങ്ങൾ അങ്ങനെയായിരുന്നു. ആദ്യം ഒരു സോൺ മാറി കിടക്കായിരുന്നു. അപ്പോൾ അവിടെ പറ്റില്ല. പിന്നെ സോൺ മാറി കഴിയുമ്പോൾ റോഡിൻ്റെ വീതിയുടെ പ്രശ്നം. ഇതൊന്നും ഒരാൾക്ക്, ഒരു മന്ത്രിക്കും എക്സംഷൻ തരാനും പറ്റില്ല. കോടതി പോയാലും കൂടി പറ്റില്ല. നിയമസഭ വെച്ചിൽ പാസ്സാക്കേണ്ടി വരും. ആ നിയമം തന്നെ മാറ്റേണ്ടി വരും. അങ്ങനെയാണ്. ഇപ്പോൾ തൽക്കാലം ഒരു ഏകദേശം ശരിയായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ വലിപ്പമൊന്നുമില്ല. പണ്ട് നമ്മളൊരു 3 നിലയിലുള്ള ഒരു കെട്ടിടമൊക്കെ ആയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിലൊരുപാട് സൗകര്യങ്ങൾക്ക് വിചാരിച്ചിരുന്നു. അതൊന്നും പ്രായോഗികമായിട്ട് നടക്കില്ല എന്നുള്ള മനസ്സിലായി. കാരണം 20 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പോൾ അതിന് ഈ പല കാര്യത്തിനും അവിടെ വീതി വേണം, ഇവിടെ വീതി വേണം, വിട്ടുകൊടുക്കണം, പാർക്കിംഗ് വേണം, ഇത്ര കാറിന് പാർക്ക് വേണം. ഇപ്പോൾ കാറിൻ്റെ തന്നെ മുമ്പത്തെ രീതി കൊടുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ വന്നപ്പോൾ അതിൽ 4 കാറിന് കൂടി സ്ഥലം വേണമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളൊരു സ്റ്റാക്ക് ചെയ്യാനുള്ള മറ്റുള്ള വരച്ചു കൊടുത്തേക്കണത്. അപ്പോൾ അങ്ങനത്തെ സാങ്കേതിക വശം കൊണ്ടാണ് നീണ്ടു പോകുന്നത്. അടുത്ത കൊല്ല അനുസ്മരണത്തിനും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായോഗികമായിട്ട് നടന്നുകൊള്ളുന്നില്ല. അതിന് തുടങ്ങാൻ പറ്റും. അടുത്ത കൊല്ലം ആകുമ്പോഴേക്ക് തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഈ അനുസ്മരണത്തിന് നിത്യമായിട്ടുള്ള അനുസ്മരണമായിട്ട് മാറിക്കോളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനിപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണമൊക്കെ വേണം. ഇത് ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ശ്രീമതി രാധാമാധവനെ അനുസ്മരണ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ കളി കാണാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ബോംബെയിൽ നിന്ന് വന്നത്. ബോംബെയിലാണ് ഇപ്പോൾ സ്ഥിരതാമസം എന്ന് പറയാൻ പറ്റില്ല. ബോംബെയിൽ ആയാലും എവിടെയായാലും മകളുടെ കൂടെയാണ് എന്ന് കൊറോണയുടെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം എത്രയോ നല്ല അരങ്ങുകൾ TV-യിൽ കാണുമ്പോൾ ഇത് നേരിലിരുന്ന് കാണുന്നതിൻ്റെ ഒരംശം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന് തീർച്ചയാണല്ലോ. എന്തായാലും അങ്ങനെ ഇത് കാണാനുള്ള കൊതി കൊണ്ടാണ് വന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനെയൊന്ന് പറയണം എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്കറിയാം, ഈ അരങ്ങിൽ ഇവിടെ ഈ സദസ്സിൽ ഹൈദരാലിയെക്കുറിച്ച് ഞാൻ പറയുക എന്ന് പറയുന്നത് വളരെ അരോചകമാണ്.
അദ്ദേഹത്തിൻ്റെ ഓരോ വിശിഷ്ട വ്യക്തിത്വത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഗാനത്തിൻ്റെ മാധുരി ചേർന്ന ഗരിമ, അതിനെപ്പറ്റിയും ആലാപന ശൈലിയെ പറ്റിയിട്ടും ജനസമ്മതി മുതലായിട്ടുള്ള എല്ലാത്തിനെക്കുറിച്ചും ഇപ്പം ഈ 20 കൊല്ലമായി. 2005 നമ്മുടെ മനസ്സിൽ ഇപ്പോഴും വിചാരിക്കാൻ പറ്റുന്നില്ല ഹൈദരാലി പോയിട്ട് 20 കൊല്ലമായിന്ന്. അത് അപ്പോൾ പിന്നെ എല്ലാത്തിനെ പറ്റിയും ധാരാളം കേട്ട് തഴമ്പിച്ചവരാണ് ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും എന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം ഞാൻ അതിനെപ്പറ്റി ഇനി ആ വക കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറയാൻ പുറപ്പെടുന്നത് മൗഢ്യമാവും എന്നെനിക്ക് നല്ല തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിക്കണത് എനിക്ക് ഹൈദരാലിയെ പറ്റിയിട്ട് നേരിട്ട് എന്ത് ഒരു ചെറിയ രീതിയിൽ അടുപ്പം എന്നല്ല പരിചയം ഉണ്ടായിരുന്നുവോ എന്നുള്ള ആ കാര്യങ്ങൾ മാത്രം പറയാം എന്ന് വിചാരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഹൈദരാലിയെ പറ്റി പറയുമ്പോൾ സംശയമില്ലാണ്ട് പറയേണ്ടി വരും എമ്പ്രാന്തിരിയെ പറ്റിയിട്ടും ഹരിദാസിനെ പറ്റിയിട്ടും. അവർ 3 പേരും നമ്മൾ അങ്ങനെയാണല്ലോ, ഭാവഗായകരായിട്ട് 3 പേരെയും എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ 3 പേരും ഭാവഗായകരാണ് എങ്കിൽ പോലും എന്നിരിക്കലും അവരുടെ ഓരോരുത്തരുടെയും അതിൻ്റെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു തരുന്ന ശൈലി തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇവരോട് 3 പേരോടും അടുപ്പമുണ്ട്. 3 തരത്തിലായിരുന്നു, വ്യത്യസ്ത തരത്തിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹരിദാസ് എന്ന് പറഞ്ഞാൽ അനിയനാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ കളിച്ച് വളർന്നവരാണ്. രാത്രി കളി കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പകൽ സമയത്ത് ഹരിദാസൻ്റെ പാട്ടും മറ്റുള്ളവരുടെ കൊട്ടും മേളവും സതീശൻ്റെ കൊട്ടും ബാക്കിയുള്ളവരുടെ കളിയുമായിട്ട് ആ ബാല്യകാല സ്മരണകളൊക്കെ ഇപ്പം ഇങ്ങനെ ഈ ഹൈദരാലി എന്നുള്ള നിമിത്തത്തിലൂടെ ബാക്കിയെല്ലാം മനസ്സിലേക്ക് കുതിച്ചു വരികയാണ് ചെയ്യണേ. അങ്ങനെയുള്ള ആ ബാല്യകാലം അത് കഴിഞ്ഞിട്ട് ഹരിദാസ് കലാമണ്ഡലത്തിലേക്ക് ചേരാൻ പോയി കഴിഞ്ഞപ്പോൾ ഓരോ പ്രാവശ്യം ഞങ്ങളിവിടെ ഹരിദാസിൻ്റെ ഒരു അവതരണ ശൈലിയുണ്ട്. എന്ത് കാര്യം പറയുമ്പോഴും അത് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഹരിദാസ് വന്നാൽ അവിടുത്തെ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും നമ്മളത് കാണുന്നത് പോലെ അനുഭവിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ ഹൈദരാലിയുമായിട്ടുണ്ടായിരുന്ന സൗഹൃദം, അവർക്ക് 2 പേർക്കും ഹരിദാസിൻ്റെ സിനിമ കമ്പം നമുക്കറിയാം. അപ്പോൾ പറയും ഹൈദരാലിക്ക് അങ്ങനെ തന്നെയാണ് ടോപ്ലേ. എന്താ സിനിമ കമ്പം എന്നറിയോ, ഞങ്ങൾ പ്രത്യേകിച്ചും ശിവാജി ഗണേശൻ്റെയും സത്യൻ്റെയൊക്കെ സിനിമ വന്നാൽ ഞങ്ങൾ ഒന്നും വിടാറില്ല, എല്ലാത്തിനും പോവും എന്ന് പറയുക മാത്രമല്ല അതിലത്തെ സംഭാഷണങ്ങൾ, ഡയലോഗ്സ് ടക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഡെലിവറി ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഹരിദാസിനിൽ കൂടിയാണ് ഞാൻ ഹൈദരാലിയെ ആദ്യം പരിചയപ്പെടുന്നത്. ഹരിദാസൻ്റെ വാക്കുകളിലൂടെയാണ് ഞാൻ ഹൈദരാലിയെ കണ്ടിട്ടുള്ളത് എന്ന് പറയട്ടെ. അങ്ങനെയാണ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എഴുത്തുകാർ അന്നത്തെ ഇപ്പോഴല്ലേ എഴുത്തുകാരെയും അല്ലെങ്കിൽ ഇവരെയൊക്കെ നേരിട്ട് കാണാനും അഥവാ നേരിട്ട് അറിയാനും ഉള്ള സൗകര്യം ഉണ്ടായിട്ടുള്ളൂ. അന്നൊക്കെ ഇപ്പോൾ MT എന്ന് പറഞ്ഞാൽ MTയെ നമ്മൾ എങ്ങനെയാണ് അറിയണേ, ആ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയാണ്. വയലാറിനെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ വരികളിലൂടെയാണ്. അങ്ങനെ അതുപോലെ ഹരിദാസൻ്റെ വാക്കുകളിലൂടെയാണ് ഹൈദരാലിയുടെ പാട്ടിനെ പറ്റിയിട്ടും ഹൈദരാലിയെ പറ്റിയിട്ടും അറിയുന്നത്. അതിന് പിന്നെ അവർ പറയും, ഞങ്ങൾ ആ പുഴയുടെ പക്കത്തിരുന്നിട്ടേ എത്രയാ ഞങ്ങൾ ഇങ്ങനെ പാട്ടിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാറുള്ളതെന്നറിയോ, ഇനിയിപ്പോൾ എന്താ വേണ്ടേ, അങ്ങനെ ഓരോന്നിനെ അതിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയും. പിന്നെ പത്മനാഭനാശാൻ്റെയും രാമൂട്ടി ആശാൻ്റെയും ചൊല്ലിയാട്ടങ്ങൾക്ക് ഇവരെയാണ് അത്രേ വയ്ക്കുക. ഹൈദരാലി ആയിരിക്കും പൊന്നാനി, ഹരിദാസൻ കൂടെ പാടാൻ. അപ്പോൾ
അതങ്ങോട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സോറി എങ്ങനെ ഇതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി പരിഭ്രമമുണ്ട്, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. രണ്ടാളും കൂടി ഇരുന്ന് ദിവസങ്ങളോളം ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. അങ്ങനെ അതൊക്കെ നമ്മൾക്കിങ്ങനെ അവരുടെ ആ പരിഭ്രമം ഇതൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കുന്നു പറയട്ടെ. ആ രീതിയിലാണ് ഇതുണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ രീതിയിൽ ആണ് ആദ്യമായിട്ട് ഹൈദരാലിയെ പരിചയപ്പെട്ടിട്ടുള്ളത്. പിന്നെ കഥകളി അരങ്ങ് അവർ പാടാൻ തുടങ്ങിയപ്പോൾ, അരങ്ങിൽ വരാൻ തുടങ്ങിയപ്പോൾ ഹൈദരാലിയെ അറിയണത് പാട്ടിൽ കൂടി. അരങ്ങിലെ ആസ്വാദ്യകരമായിട്ടുള്ള മധുരമധുരമായിട്ടുള്ള ഈ പറഞ്ഞ മാതിരി ഏതൊക്കെ അന്നൊക്കെ ഞാൻ മാധവൻ അന്ന് എറണാകുളത്താണ് സെയിൽ ഇൻഡസ്ട്രിയൽ അതോറിറ്റി ഓഫ് ഇന്ത്യൻ്റെ റീജിയൽ മാനേജറാണ്. അപ്പോൾ എല്ലായിടത്തും പാട്ടുപെട്ടിയും കൊണ്ടാണ് പോവുക, റെക്കോർഡറും കൊണ്ടാണ് പോവുക എല്ലായിടത്തും. അതിനാണ് ശ്രദ്ധ മുഴുവൻ. പറയും തനിക്ക് കളി കണ്ടോളൂ, എനിക്ക് പാട്ടില്ലാണ്ട് കളി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റെക്കോർഡിങ് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നതിലും. അങ്ങനെ ഞങ്ങൾ എറണാകുളം ക്ലബിലെ കളികൾ മുഴുവൻ ഇന്നത്തെ അത്രയും ക്ലബ്ബുകളും അന്നത്തെ അത്രയും കളികളൊന്നും ഉണ്ട് തോന്നണില്ല. പക്ഷേ ഉള്ളതിന് നമ്മൾ പിന്നാലെ പോയി കളി കണ്ടിട്ടുണ്ടായി. ഇന്ന് 1-ാം ദിവസം, നാളെ 2-ാം ദിവസം, മറ്റന്നാൾ 3-ാം ദിവസം, 4-ാം ദിവസം മാറി മാറി ചോറ്റാനിക്കരയിലും അങ്ങനെ നടന്ന് റെക്കോർഡ് ചെയ്യലാണ് ഒരാളുടെ പണി. അപ്പോഴൊക്കെ പോയി അണിയറയിൽ പോയി അവരവിടെയൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ എനിക്ക് ഞാൻ അവരെയൊന്നും അണിയറയിൽ പോയി ആരെയും കാണലൊന്നും അന്ന് ഒട്ടും വിചാരിച്ചിട്ട് തന്നെ ഇല്ല. അങ്ങനെ ആവാം എന്ന് തന്നെ ധരിക്കാത്തൊരു കാലമായിരുന്നു ഞാൻ. എൻ്റെ കുറച്ചൊരു സങ്കോചമുള്ള സ്വഭാവമായിരുന്നിരിക്കാം, എന്താണ് കാര്യം എന്നറിയില്ല. എന്തായാലും പിന്നെ മാധവൻ്റെ പത്നിയായതിന് ശേഷമാണ് അപ്പോൾ ഹൈദരാലി നാട്ടുകാരനായി. വടക്കാഞ്ചേരി ആലത്തൂരെയാണല്ലോ മാധവൻ. വടക്കാഞ്ചേരി ഓട്ടുപാറക്കാരനാണല്ലോ. പിന്നെ അവർ അങ്ങനെ മാധവൻ്റെ വീട്ടുകാരി ആയതിന് ശേഷം ആ രീതിയിൽ ഹൈദരാലിയെ ധാരാളം കാണാനും അവർ തമ്മിലുള്ള സംഗീതത്തെക്കുറിച്ചുള്ള ചർച്ചയെ കേൾക്കാനും. ഞാനൊരു കേൾവിക്കാരിയെ ആയിരുന്നിട്ടുള്ളൂ അന്ന്. അതിലൊന്നും ഞാൻ പങ്കുകൊള്ളാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്ന് പറയട്ടെ. അവിടെ ഇരിക്കുക പോലും പതിവില്ല. അത് കേട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ കുറേ ആസ്വദിച്ചിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ പിന്നെ അത് പറയാം. അതേസമയം തന്നെ എമ്പ്രാന്തിരിയോടുള്ളതാണെങ്കിൽ പറഞ്ഞില്ലേ, എമ്പ്രാന്തിരി അവിടെ താമസിക്കുന്ന കാലം, മാധവൻ എമ്പ്രാന്തിരിയുടെ അടുത്ത് കഥകളിപ്പദം പഠിക്കുന്ന കാലം. അങ്ങനെ ആ സമയത്താണ് ഞാൻ ആദ്യത്തെ ആട്ടക്കഥ എഴുതിയത്. രുക്മിവധവും രുക്മിണി മോഹനും. രുക്മിണി മോഹനാണ് ആദ്യം എഴുതിയത്. അത് 1.5 മണിക്കൂർ 2 മണിക്കൂർ താഴെയുള്ളൂ. അപ്പോൾ ഹരിദാസ് പറഞ്ഞു, ഇത് മാത്രമായിട്ട് കളിച്ചാൽ പറ്റില്ല ഓപ്പളെ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ രുക്മിവധവും കൂടി എഴുതി. അത് ഹരിദാസാണ് ചിട്ടപ്പെടുത്തിയത്. എമ്പ്രാന്തിരിയും ഹരിദാസും കൂടിയാണ് അത് TDM ഹാളിൽ പാടിയതും. അന്നത്തെ പ്രഗത്ഭ കലാകാരന്മാരാണ് അത് വേഷത്തിലും മേളത്തിലും എല്ലാം ഉണ്ടായിരുന്നത്. അതാണ് എമ്പ്രാന്തിരിയായിട്ടുള്ളത്. ആ ഒരു തരത്തിലുള്ള അടുപ്പം. ഹരിദാസായിട്ടുള്ളത് വേറെ തരത്തിലുള്ള അടുപ്പം. പിന്നെ എൻ്റെ അമ്മ, അതും കൂടി ഇപ്പം ഈ പറഞ്ഞ മാതിരി ഓർമ്മകൾ വരുമ്പോൾ കയറി ഇങ്ങനെ വരുമ്പോൾ പറയാനങ്ങോട്ട് തോന്നുകയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. മുഷിപ്പിക്കുമോ എന്നറിയില്ല. അമ്മ ഒരു വലിയ കഥകളി കമ്പക്കാരിയായിരുന്നു. അകോരും ധാരാളം കളി ഉണ്ടാവും തിരുവരാണിക്കുളത്ത് അമ്പലത്തിൽ. ഇപ്പോൾ ഞാൻ പറയും, എന്നോട് ചിലരൊക്കെ ചോദിക്കും ഇൻ്റർവ്യൂവിൽ, എന്ന് മുതലാണ് കളി കാണാൻ തുടങ്ങിയത്. ഞാൻ പറയും, അമ്മയുടെ വയറ്റിലിരുന്ന് കണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം അമ്മ അങ്ങനെ അത്രയ്ക്ക് കഥകളിക്കാരിയായിരുന്നു, കഥകളി കമ്പക്കാരിയായിരുന്നു. അച്ഛനും അതെ, അച്ഛനും എല്ലാ കളിക്കും കൊണ്ടുപോകും. പക്ഷേ അച്ഛൻ അതിലൊക്കെ ഭക്തിയാണ് കാണുക. ഇപ്പോൾ എന്താ പറയുക, ദൂതിനൊക്കെ കൃഷ്ണൻ വരണ കണ്ട അച്ഛൻ നമസ്കരിക്കുമെന്ന് തന്നെ സംശയമുണ്ട്. നമ്മളെ കൊണ്ടൊക്കെ തൊഴിപ്പിക്കാറുണ്ട് എന്തായാലും. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള അമ്മയ്ക്ക് പിന്നെ ദീനക്കിടക്കയിൽ കിടക്കണ കാലത്ത് ഒരു കളി കാണണം എന്ന് നല്ല മോഹം. എറണാകുളം വരെ വരാനൊന്നുള്ള
ശക്തിയില്ല, കാറിൽ കൊണ്ടുപോകാനും പറ്റില്ല അമ്മയ്ക്ക്, അത്രയും ക്ഷീണമായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഹരിദാസും ഞങ്ങളൊക്കെ കൂടി ഇല്ലത്ത് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, മാധവനോടും ഹരിയോടുമായിട്ട് പറഞ്ഞു, എനിക്കൊരു കളി കാണണമെന്ന് മോഹമുണ്ട്. അപ്പോൾ ഹരിദാസൻ അതിനെന്താ ഏട്ടന്മേ അതൊക്കെ സാധിക്കുന്നു എന്ന് പറഞ്ഞു ഹരിദാസ്. മാധവൻ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എമ്പ്രാന്തിരിയോട് പറഞ്ഞു, കലാമണ്ഡലം കേശവനോട് പറഞ്ഞു. അവരൊന്നും ഒരു മടിയും കൂടാതെ അത് ഇല്ലത്ത് വെച്ച് ഒരു നടത്താം എന്നങ്ങോട്ട് ഏറ്റു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെയൊക്കെ ആ ഒരു സൗമനസ്യത്തിൻ്റെ ആ ഒരു ഓരോരുത്തരെയും കലാമണ്ഡലം കേശവനെ ആണെങ്കിലും ഓർക്കാതെ വയ്യ. അങ്ങനെ എൻ്റെ മകൾ ലാവണ്യ അന്ന് ഫാക്ട് പത്മനാഭൻ്റെ അടുത്ത് കഥകളി വേഷം പഠിക്കണ കാലമാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൂതനാമോക്ഷം വൃന്ദാവനത്തിലെ അതായത് ഇല്ലത്തെ മുറ്റത്ത് നടത്തി. എമ്പ്രാന്തിരി ഹരിദാസ് പാട്ട്, കലാമണ്ഡലം കേശവൻ ചെണ്ട ആയിട്ട് എന്തൊരു ഇങ്ങനെ ഇത്തരം ഇതുകളൊക്കെ ഈ ഒരു ഓർമ്മയിൽ കൂടി ഞാൻ എത്ര പേരെയാണ് ഓർമ്മിക്കണത് എന്ന് പറയുകയാണ് ചെയ്യണത്. അങ്ങനെ ആ കളി കഴിഞ്ഞ അമ്മ പറഞ്ഞു, തൃപ്തിയായിട്ടോ എന്ന് അവരെയൊക്കെ അനുഗ്രഹിച്ചു. പിന്നെ ഹൈദരാലിയായിട്ടുള്ള സൗഹാർദ്ദത്തിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ, മാധവൻ്റെ നാട്ടുകാരനായത് കാരണം നാട്ടുകാരനെന്ന് കൂട്ടുകാരനായി മാറി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാധവൻ്റെ ഉത്സാഹത്തിൽ ഒരു ജേണൽ, ഒരു ഹാഫ് ഇയർലി ജേണൽ ഫോർ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്, സമകാലിക സംഗീതം എന്ന് പറഞ്ഞിട്ട് ഒരു തുടങ്ങി. അതിൻ്റെ 6 മാസത്തിലൊരിക്കൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിന് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഭയങ്കര ആവേശമാണ്. എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ ഒരു അതികഠിനമായിട്ടുള്ള ആവേശമാണ് മാധവന്. സിൻസിയറിറ്റി എന്നോ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ആവേശം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഹൈദരാലിയായിട്ട് കുറേ ചർച്ചയൊക്കെ നടത്തി. അപ്പോൾ ഒരു കീർത്തനം ഹൈദരാലി തന്നു, സരസ്വതിയെക്കുറിച്ചിട്ടുള്ള ഒരു കീർത്തനം. അതതിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇനി ഞാൻ അപ്പം എന്നിട്ട് പറഞ്ഞു, കഥകളി സംഗീതത്തെ പറ്റിയിട്ട് സീരിയലൈസ്ഡായിട്ട് തരാം എന്നുള്ള ആ ഒരു വാഗ്ദാനം നിറവേറാതെ പോയി എന്നല്ലേ പറയാനുള്ളൂ. കണ്ടവരുണ്ടോ വിധി ദുശ്ശീലം എന്ന് പറയാനേ സാധിക്കുള്ളൂ. ആ ഓർമ്മകളിൽ മനസ്സർപ്പിക്കാം എന്നല്ലാതെ ഇതിൽ കൂടുതലൊന്നും പറയാൻ എനിക്ക് ശക്തിയില്ല. ഈ ഒരു അവസരം തന്നതുകൊണ്ട് എനിക്ക് എല്ലാവരെയും, എത്രയോ പേരെ ഓർമ്മിക്കാനും അവരെക്കുറിച്ച് ഓരോ വാക്ക് പറയാനും അവസരം തന്നു എന്നതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൃതജ്ഞയാണ്. നമസ്കാരം. ക്ലബിൻ്റെ ഒരു ആദരവെന്ന നിലയ്ക്ക് ഒരു പൊന്നാട ശ്രീമതി രാധാമാധവന് നൽകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് CK നാരായണൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിച്ചു. നന്ദി പറയുന്നതിനായി ജോയിൻറ്റ് സെക്രട്ടറി E. ഗോപികൃഷ്ണൻ ക്ഷണിച്ചുള്ളൂ. നമസ്കാരം. ക്ലബിൻ്റെ 766ാമത് പരിപാടിയുടെ ഭാഗമായിട്ടുള്ള കലാമണ്ഡലം ഹൈദരാലി അനുസ്മരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇതിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയ ശ്രീമതി രാധാമാധവന് ക്ലബിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ രാധാകൃഷ്ണേട്ടൻ, സെക്രട്ടറി പ്രശാന്ത് എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. ഇതിന് ശേഷം ഇവിടെ കഥകളി ആരംഭിക്കുകയാണ്. കഥകളിയിലെ കലാകാരന്മാരെന്ന് പരിചയപ്പെടുത്താം. ദ്രൗപദി ശ്രീ പീശപ്പള്ളി രാജീവൻ, സുഭദ്ര കലാമണ്ഡലം സാജൻ, അർജുനൻ കോട്ടക്കൽ ഹരികുമാർ, സംഗീതം നെടുമ്പള്ളി രാമോഹൻ, ജിഷ്ണു ഉരുവലാശ്ശേരി, ചെണ്ട കലാമണ്ഡലം സുധീഷ്, മദ്ദളം RLV ജിതിൻ ചന്ദ്രൻ, ചുട്ടി കലാമണ്ഡലം ഷിബു, അണിയറ മാങ്ങോട് നാരായണൻ, രമേശൻ മോഹനൻ. കഥ സുഭദ്ര ദ്രൗപദീയം, രചന ശ്രീമതി രാധാമാധവൻ, ചിട്ടപ്പെടുത്തിയത് കലാമണ്ഡലം സാജൻ, സംഗീതം മനോജ് പുല്ലൂര്. ഈ കഥാസാരം പ്രിൻറ്റിങ് നിർത്തിയതുകൊണ്ട് ആർക്കെങ്കിലും ഇനി അത് കിട്ടാൻ, കഥ വാട്സപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കൗണ്ടറിലൊന്ന് അറിയിക്കണം. പലർക്കും കിട്ടണില്ല,
വാട്സപ്പിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുകൂടാതെ ഇനി വരുന്ന മാസങ്ങളിൽ ഞങ്ങൾ സ്പോൺസർമാരെ കഥകളി സ്പോൺസർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഒറ്റയ്ക്കോ കൂട്ടായിട്ടൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ട് കഥകളി സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൗണ്ടറിലോ ഞങ്ങൾ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടുക. ഇനി വരുന്ന മാസങ്ങളിലേക്കുള്ള കളികളിലേക്കായിട്ട് അതും കൂടി ഒന്ന് അറിയിക്കുകയാണ്. നമുക്ക് കഥകളിയുടെ ഇതിലേക്ക് കിടക്കാം. കൂടാതെ ഇന്നത്തെ ഈ കഥകളി സ്പോൺസർ ചെയ്തത് നമ്മുടെ ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാണ്. എല്ലാ കൊല്ലവും കഥകളി സ്പോൺസർ ചെയ്യാറുണ്ട്. ഒരു മാസം രാജശ്രീക്ക് പ്രത്യേകം നന്ദി. എല്ലാവർക്കും നന്ദി. യോഗം അവസാനിച്ചിരിക്കും. ഇതിൽ കഥാസാരം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ കൂടുതൽ കഥയെ പറ്റിയിട്ട് പറയണം എന്ന് തോന്നുന്നില്ല. അതായത് കഥകളിയിലെ അവതരണത്തിൽ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ. പിന്നെ അവരാണല്ലോ ഇലാബറേറ്റ് ചെയ്യുക. കഥ ഉണ്ടാവുന്നു, അതിനെ ചിട്ടപ്പെടുത്തി ആട്ടക്കഥയാകുന്നു. ആദ്യം നമ്മുടെ മനസ്സിൽ കൂടെ ഒരു കഥ മനസ്സിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് ചെയ്യണേ. അത് ചിലപ്പോൾ ചില ഇൻസിഡൻറ്റ് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ കണ്ടിട്ടായിരിക്കാം. അതിനെ പലപ്പോഴും പുരാണ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് അവതരിപ്പിക്കാൻ ചിലപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാവാം ആട്ടക്കഥകൾ എഴുതുമ്പോൾ. പലപ്പോഴും എൻ്റെ അങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ ജീവിതത്തിലത്തേതാണോ എന്ന്. അല്ലാന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. അതേപോലെ ഇത് ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെയൊക്കെ ഇടയിൽ മുമ്പ് 2-3 വിവാഹം ചെയ്ത് അവർ ഒരുമിച്ച് സപത്നിമാർ വളരെ വളരെ സൗഹൃദത്തോടു കൂടി സ്വന്തം സഹോദരിമാരെ പോലെ ജീവിക്കുന്നത് നമ്മൾ ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും അവരിലെ നമ്മൾ കുറച്ചൊക്കെ കുട്ടിക്കാലത്ത് അതൊന്നും ചോദിക്കില്ല. പക്ഷേ ഒരു പ്രായമൊക്കെ വരുമ്പോൾ നമ്മൾ തമാശയ്ക്ക് എന്താ തോന്നിയിരിക്കണേ എന്നങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത് വേളി കഴിക്കുകയാണ്, കൊണ്ടുവരികയാണ് എന്ന് കേട്ടപ്പോൾ ഒരാഴ്ചയൊക്കെ കിടന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട് എന്നോട് തന്നെ നേരിട്ട്. അപ്പോൾ അത്തരം അത് നമ്മൾ വേണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതല്ലോ. ഇത് ശരിക്കും മഹാഭാരതത്തിൽ വായിച്ചാൽ ഇങ്ങനെ ഇല്ല. ഈ സുഭദ്ര വന്നപ്പോൾ പാഞ്ചാലിക്ക് വിഷമം തോന്നുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർഭം ഇല്ല. പക്ഷേ ഉണ്ടാകാം എന്ന് എനിക്ക് തോന്നിക്കാണണം. അങ്ങനെയാണ് ആ ഒരു കഥയുടെ എന്താ പറയുക തന്തു ഉണ്ടായതെന്ന് പറയാം. പിന്നെ അത് എഴുതി അത് അതൊക്കെ പിന്നെ പതിവ് പോലെ തന്നെ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ കഥ എഴുതുന്ന ഒരു രീതി പറയണു എന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അധിപൻ ഇവിടെ തന്നെ നാരായണൻ്റെ ആട്ടക്കഥ എഴുതുന്ന ആളാണ്. ഓരോരുത്തർക്കും ഇപ്പോൾ ഞാൻ എങ്ങനെ വെച്ചാൽ കഥ മനസ്സിൽ കൂടെ വന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കലാമണ്ഡലം സാജനാണ് ഞാൻ ഇത്രയധികം കഥ എഴുതാനുള്ള ഒരു നിമിത്തമായി വന്നത് എന്ന് പറയാം. കാരണം എൻ്റെ പേരക്കുട്ടികളെ കഥകളി പഠിപ്പിക്കാനായിട്ട് കോഴിക്കോടാണ് ഞങ്ങൾ സ്ഥിരതാമസം. അപ്പോൾ അവിടെ സാജൻ ആഴ്ചയിൽ 2 ദിവസം വരും. ആ 2 ദിവസവും ഒരു ദിവസം അവിടെ താമസിക്കും. വൈകുന്നേരം വന്ന ഉടനെ കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നാൽ പഠിപ്പിക്കും. അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് വീണ്ടും എണീറ്റ് അവരെ കളിപ്പിച്ചിട്ടാണ് ക്ലാസ് എടുത്തിട്ടാണ് സാജൻ പോവുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സമയത്ത് നമ്മളിങ്ങനെ കഥകളിയെ പറ്റിയിട്ട് അപ്പോൾ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. സാജനും അതെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനും അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഈ ആദ്യം പറഞ്ഞല്ലോ ഹരിദാസും എമരാന്തിരിയും അവതരിപ്പിച്ച ആ രുക്മിണി മോഹനവും രുക്മി വധത്തിനും ശേഷം 2000-ലാണ് ഞാൻ പിന്നീടൊരു കഥ എഴുതുന്നത്. കവിധ്വജ ചരിതം എന്നാണ്. അത് മഹാഭാരതത്തിലത്തെ ആ ഒരു കഥയാണ്. അത് ഞാനിങ്ങനെ പറഞ്ഞു, സാജി അതിങ്ങനെ ഒന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാജൻ വായിച്ചു നോക്കിയിട്ട് അപ്പോഴൊക്കെ ഓരോ പ്രാവശ്യവും തോന്നും ഇപ്പോൾ ഹരിദാസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോന്ന് തോന്നാറുണ്ട്. ഇപ്പോഴും പോലും തോന്നും. എന്തായാലും അപ്പോൾ സാജൻ നോക്കിയിട്ട് സാജൻ്റെ ഏട്ടൻ ഉണ്ണി ആണ് സംഗീതം. അപ്പോൾ അത് എങ്ങനെയാണ് അവർ ചിട്ടാച്ചാൽ അവർ രണ്ടുപേരും വരും എൻ്റെ വീട്ടിൽ വന്ന് 1-2 പ്രാവശ്യം വീട്ടിൽ വന്നിരുന്ന് സുദീർഘമായിട്ട് ചർച്ച ചെയ്ത് അവരെത്ര സമയമാണ് അതിനു വേണ്ടി
ചിലവഴിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അവരുടെ എൻ്റെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ എൻ്റെ വീട്ടിൽ വന്ന് ധാരാളം സമയം ചിലവഴിച്ച് അത് കഥയായി മാറും. അതിനെ ചിട്ടപ്പെടുത്തി അപ്പോൾ ചിലപ്പോൾ താളത്തിനുള്ളിൽ വരാൻ വേണ്ടി ചിലപ്പോൾ ചില വാക്കുകൾ അർത്ഥം മാറാത്ത ഇതിൻ്റെ വേറൊരു വാക്ക് ഇതേ അർത്ഥം വരുന്ന വേറൊരു വാക്ക് വയ്ക്കാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വളരെ, ഞാൻ പറയട്ടെ, ഈ കളി കാണുന്നത് പോലെ തന്നെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണുന്നതും. പിന്നെ കവിത എഴുതുന്നത് പോലെയല്ല ഒരു ദൃശ്യ കലയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. കവിത എഴുതി കഴിഞ്ഞു, പിന്നെ അത് പബ്ലിഷ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നാറേ ഇല്ല. ആരെങ്കിലും ചൊല്ലി കേൾപ്പിക്കണമെന്ന് പോലും തോന്നാറില്ല. അതിൻ്റെ സുഖം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ദൃശ്യകലയ്ക്ക് വേണ്ടി എഴുതി കഴിഞ്ഞാൽ അത് ദർശിക്കുമ്പോൾ തന്നെയാണ്, അത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു സംതൃപ്തി അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇത് ഓരോ കഥയും അരങ്ങിൽ എത്തിക്കഴിഞ്ഞ് അത് ആസ്വാദകരുടെ കയ്യടി അഥവാ അഭിനന്ദനങ്ങൾ നേടുമ്പോൾ ഇത് എനിക്കുള്ളതല്ല, ഇത് അവർക്കുള്ളതാണ്. കാരണം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാനല്ല, അവരാണ്. അപ്പോൾ ഒരാൾ ചെയ്യുന്നത് പോലെ ആവില്ല വേറെ ആൾ അത് എത്തിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ബോധ്യത്തോടുകൂടി ഇന്നത്തെ കളിയും ഇവർ വളരെ അങ്ങേയറ്റം പണിയെടുത്തിട്ടുള്ളവരാണ്. ഇവർ നല്ലോണം ഹോംവർക്ക് ചെയ്യുന്നവരാണ്. എൻ്റെ കഥകൾ കൊട്ടക്കൽ കേശവൻ മുതൽ കവിതാചരിതത്തിലത്തെ പ്രധാന നായക കഥാപാത്രമായിട്ടുള്ള അർജുനനെ അന്ന് അവതരിപ്പിച്ചത്. അന്ന് മാത്രമല്ല, അത് 25-ലധികം സ്റ്റേജ് ചെയ്തിട്ടുള്ളതാണ്. രുക്മിണി മോഹനവും പിന്നെ യേശുക്രിസ്തുവിൻ്റെ കഥയായിട്ടുള്ള ദിവ്യകാരുണ്യ ചരിതവും. അത് രണ്ടുമാണ് ഏറ്റവും അധികം അരങ്ങുകൾ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 23 അരങ്ങ് കണ്ടിട്ടുണ്ട് കവിധ്വജ ചരിതം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എത്തിക്കുന്നത് അവരുടെയാണ് മികവ് അവരുടെയാണ്. ഞാൻ എൻ്റെ പുറകിൽ നിന്ന് അവർക്ക് ആശംസകൾ നേരുന്നു. അവർ നന്നായി നിങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.